ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുള്ള ഒരു കാര്യമാണ് സ്മോൾ ക്യാപ് ഫണ്ട്സ് ഒക്കെ നല്ല റിസ്ക് ഉള്ളതാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഇതുപോലെ കേട്ടിട്ടില്ലേ? അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് റോളർ കോസ്റ്റ് പോലെയാണെന്നാണ് പറയാറ്. പക്ഷേ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ താല്പര്യമുള്ളവരുടെ അടുത്ത് നിന്ന് ഞാൻ കേട്ടുള്ള കാര്യം ഇതൊക്കെയാണ്: സ്മോൾ ക്യാപ് ഫണ്ട്സ് റിസ്ക് ആണ്, പക്ഷെ ഞാൻ ഒരു റിസ്ക് എടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവും റിസ്ക് ടോളറൻസും വ്യത്യസ്തമാണല്ലോ. സോ എനിക്ക് നിങ്ങളോട് ഇവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവായിട്ട് സ്മോൾ ക്യാപ് ഫണ്ട് ഒത്തുപോകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്തേക്കുന്നതാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാല്യൂ റിസർച്ചിൽ നിന്ന് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 2 സ്മോൾ ക്യാപ് ഫണ്ട്സിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ ഫണ്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇനി മുന്നോട്ടേക്ക് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുപാട് വാല്യുബിൾ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യണ്ട. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് ആദ്യം എന്താണ് ഈ സ്മോൾ ക്യാപ് ഫണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേംസിൽ 251 മുതൽ റാങ്കിംഗ് ഉള്ള കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെബിയുടെ കാറ്റഗറൈസേഷൻ പ്രകാരം ഈ ഒരു സ്മോൾ ക്യാപ് ഫണ്ടുകൾ അവരുടെ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞ 65% സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാക്കി ഫണ്ടിന്റെ AUMന്റെ ഒരു 35% ഫണ്ട് മാനേജറിന്റെ താല്പര്യപ്രകാരം അവർക്ക് ഇപ്പോൾ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അല്ലെങ്കിൽ ഈവൻ ഡെറ്റിലേക്കോ ക്യാഷിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഫണ്ട് മാനേജർ ഈ ഒരു തീരുമാനം എടുക്കുന്നത് മാർക്കറ്റ് കണ്ടീഷനിലെ അല്ലെങ്കിൽ ഇക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. അതായത് ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ഫേവറബിൾ അല്ലെങ്കിൽ അവർ കൂടുതലും ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് അല്ലെങ്കിൽ ക്യാഷിലേക്കൊക്കെ ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന ഒഴിച്ച് ഇവിടെ വേറൊരു ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ഉണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്. അതായത് ബാക്കി 35% അവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പം മെയിൻലി സ്മോൾ ക്യാപ് ഫണ്ട്സ് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്മോൾ ക്യാപ് കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കമ്പനികളൊക്കെ ഡെവലപ്മെന്റ് ഏർലി സ്റ്റേജിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ എന്താണ്, നല്ല റിട്ടേൺ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും റിസ്ക്കും ഇവിടെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വാല്യൂ റിസർച്ചിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 2 ടോപ്പ് ഫണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എങ്ങനെയാണ് ഈ ഫണ്ട് സെലക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ വാല്യൂ റിസർച്ച് ഈ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ ഫണ്ടുകളെയും കമ്പയർ ചെയ്യും. ഇപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസിൽ ടോപ്പ് 10% വന്നാൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. ഇപ്പോൾ ഇക്വിറ്റി അതുപോലെ ഹൈബ്രിഡ് ഫണ്ട് 3 ഇയർ അതുപോലെ 5 ഇയർ റിട്ടേൺ ആവും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റിസ്ക് സ്കോറും റിട്ടേൺ സ്കോറും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് റിട്ടേൺ സ്കോറിൽ നിന്ന് റിസ്ക് സ്കോർ കുറച്ചിട്ട് കോമ്പോസിറ്റ് സ്കോർ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഒരു കോമ്പോസിറ്റ് സ്കോറിന്റെ ബേസിലാണ് എന്താണ് റേറ്റിംഗ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 ഫണ്ടും സെലക്ട് ചെയ്തേക്കുന്ന അവരുടെ 5 സ്റ്റാർ റേറ്റിംഗ് അതുപോലെ അവരുടെ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് അനുസരിച്ചാണ്. അപ്പം ഇത് ക്രിട്ടിക്കൽ റേഷ്യോസ് ലൈക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ അതുപോലെ സോർട്ടിനോ റേഷ്യോ ഒക്കെ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. സോ നമുക്ക് ഈ 2 ഫണ്ടുകളെ പറ്റിയിട്ട് നമുക്ക് കൂടുതലൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഫണ്ട് വരുന്നത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് 16 സെപ്റ്റംബർ 2010 ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് 2017 തൊട്ട് മിസ്റ്റർ ഷമീർ റച്ചാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫണ്ട് 66,601.8 കോടിയുടെ AUM ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് സ്മോൾ ക്യാപ് കാറ്റഗറിയിലെ ഏറ്റവും വലിയ ഫണ്ടാണ്. അതുപോലെ തന്നെ 50,000 കോടി എന്ന മാർക്ക് ക്രോസ് ചെയ്ത ഒരേ ഒരു ഫണ്ടാണിത്. അപ്പോൾ നമുക്ക് ഇനി ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ നോക്കാം. ഇപ്പോൾ ടോപ്പ് 5 സ്റ്റോക്സ് വരുന്നത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, HDFC ബാങ്ക് ലിമിറ്റഡ്, കിർലോസ്കർ ബ്രദർ ലിമിറ്റഡ്, കരൂർ വൈശ്യ ബാങ്ക് ലിമിറ്റഡ്, അതുപോലെ എലൻടാസ് ബെക് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതുപോലെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ബാങ്ക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അതുപോലെ ഓട്ടോ കമ്പോണൻസ് ആണ്. ഇനി നമുക്ക് ഈ ഫണ്ടിന്റെ ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ ഈ റേഷ്യോസിന് 5 സ്റ്റാർ റേറ്റിംഗിൽ വലിയൊരു റോൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം വരുന്നത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ 16.63% അപ്പോൾ ഇത് കാറ്റഗറി ആവറേജ് ആയ 15.31%-നെക്കാളും കൂടുതലാണ്. അതായത് ഈ ഒരു കാറ്റഗറിയേക്കാളും ഈ ഒരു ഫണ്ട് കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി അടുത്ത വരുന്നത് ഫണ്ട് BT ആണ്, 0.85 ആണ്. അതായത് ഇവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നാണ് ഇത്. ഇനിയിപ്പോൾ ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.37 ആണ്. അതായത് ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഈ ഒരു ഫണ്ട് 1.37x ടൈംസ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 101 ആണ്. അതായത് റൈസിംഗ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% കൂടുമ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് 10.1% കൂടുന്നുണ്ടെന്നാണ്. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 84 ആണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% കുറയുമ്പോൾ ഫണ്ട് 8.4% മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് 5 ഇയർ ഇൻഫോർമേഷൻ റേഷ്യോ വരുന്നത് 0.65 ആണ്. സോ എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് പെർഫോം ചെയ്തേക്കുന്നത്? അപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അവരുടെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് യൂണീക്ക് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫണ്ട് റൈറ്റ് റിസ്ക് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ റെസ്പോൺസിബിൾ ആൽഫ ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ജസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മൊമെന്റ് മാത്രമല്ല നോക്കുന്നത്, ബിസിനസ് ഫണ്ടമെന്റൽസ്, ക്വാളിറ്റി, അതുപോലെ ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ചില സ്റ്റോക്സിൽ ഹൈ കൺവിക്ഷൻ ബെറ്റ്സ് എടുത്തു, അതുപോലെ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്തു. അപ്പോൾ ഇതൊരു ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ്. അതിൽ ഒരുപാട് സ്റ്റോക്സ് ഈ ഒരു ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, 235 സ്റ്റോക്സ്. അപ്പോൾ ഇവിടെ ടോപ്പ് 10 സ്റ്റോക്സ് 14.19% ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതായത് പോർട്ട്ഫോളിയോ വെൽ ഡൈവേഴ്സിഫൈഡ് ആണ് ഇവിടെ. ഈവൻ ഇപ്പം ചില സ്റ്റോക്സ് അണ്ടർ പെർഫോം ചെയ്താലും അത് പോർട്ട്ഫോളിയോനെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇപ്പം പോർട്ട്ഫോളിയോയുള്ള മിക്ക സ്റ്റോക്സിന്റെ വെയിറ്റേജ് വരുന്നത് ഒരു 0.5 മുതൽ 1% ഇടയ്ക്കൊക്കെയാണ്. അപ്പോൾ ഇത് പോർട്ട്ഫോളിയോ ബാലൻസ് ആക്കി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ടിന്റെ ഒപ്പം 46 കോമൺ സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം അത്യാവശ്യം മൈക്രോ ക്യാപ് സ്റ്റോക്സിലേക്കും ഈ ഒരു ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് കൂടുതലാണ്. പക്ഷേ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് റിവാർഡിംഗ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫണ്ട് ഏതാന്നുള്ളത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഫണ്ട് വരുന്നത് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. ഇപ്പോൾ 25 ഫെബ്രുവരി 2020 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത്. അപ്പോൾ 4 മാനേജേഴ്സ് ആണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മിസ്റ്റർ മനീഷ് ഗുൻവാനി, മിസ്റ്റർ കീർത്തി ജെയിൻ, അതുപോലെ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്സിനായിട്ട് മിസ്റ്റർ ഋതിക ബെഹർ, അതുപോലെ മിസ്റ്റർ ഗൗരവ് സത്ര. അപ്പോൾ 30 ജൂൺ 2025 പ്രകാരം ഫണ്ടിന്റെ AUM വരുന്നത് 12,981.57 കോടിയാണ്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 17.83%. അപ്പോൾ ഇത് കാറ്റഗറി ആവറേജ് ആയ 15.31%-നെക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. ഇനി അടുത്ത് വരുന്നത് ബീറ്റ ആണ്. അപ്പോൾ ബീറ്റ 0.9 ആണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.53 ആണ്. അതായത് ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് 1.53 തവണ കൂടുതൽ റിട്ടേൺസ് നേടിയിട്ടുണ്ടെന്നാണ്. അതിൽ സോർട്ടിനർ റേഷ്യോ വരുന്നത് 2.31 ആണ്. അതായത് ഇവരുടെ ഡൗൺ സൈഡ് റിസ്കിൽ ഫണ്ട് 2.31 ടൈംസ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 100 ആണ്. അതായത് ഇപ്പോൾ റൈസിംഗ് മാർക്കറ്റിൽ ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഒരു 10% കൂടിയ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും 10% അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കൂടും. ഇനി ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 84 ആണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% കുറഞ്ഞാൽ ഫണ്ട് 8.4% മാത്രമേ ഇവിടെ കുറയുന്നുള്ളൂ. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ 5 ഇയർ ഇൻഫോർമേഷൻ റേഷ്യോ വരുന്നത് 0.62 ആണ്. ഇനി ഈ ഒരു ഫണ്ടിന്റെ റിട്ടേൺസോ, ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 1, 3 അതുപോലെ 5 വർഷത്തിൽ അവരുടെ ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എന്തുകൊണ്ടാണ് ഈ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് യുണീക്ക് ആവുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഫണ്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ മാർക്കറ്റ് ഷെയർ നേടിക്കൊണ്ടിരിക്കുന്ന പാഷനേറ്റ് പ്രൊമോട്ടേഴ്സ്, അതൊരു വിഷണറി ഉള്ള ബിസിനസ്സിലേക്കാണ്. അപ്പം ഇവരുടെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ സ്ട്രോങ് ആണ്. ഇനിയിപ്പം വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് മാത്രമാണ് ഇവർ നോക്കാറുള്ളത്. അപ്പോൾ ഫണ്ടിന്റെ മെയിൻ ഫിലോസഫി വരുന്നതാണ് ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസിംഗ് ആണ്. അതായത് സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്സിലേക്കാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഇവിടെ വാല്യൂഷൻ ജസ്റ്റിഫയബിൾ ആണ്. അപ്പം ഇവരെന്താണ് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിന് പുറകെ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് കണ്ണും പൊട്ടി ചീപ്പ് സ്റ്റോക്സിന് പുറകെ ഇവർ പോകാറില്ല. ഇനി ഇവിടെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്മോൾ ക്യാപ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേംസിൽ 251 മുതൽ റാങ്കിംഗ് ഉള്ള ലിസ്റ്റഡ് സ്റ്റോക്സിലേക്കായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പൊതുവെ എന്താണ് 251 മുതൽ 500 വരെ റാങ്കിംഗ് ഉള്ള സ്റ്റോക്സ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതുപോലെ 501 മുതൽ റാങ്കിംഗ് ഉള്ള സ്റ്റോക്സ് മൈക്രോ ക്യാപ് സ്റ്റോക്സും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും ഫണ്ട് മൈക്രോ ക്യാപ് സ്റ്റോക്സിലേക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിഫ്റ്റി 500 പാർട്ടല്ല. അതായത് മാർക്കറ്റ് ഇന്ന് വരെ ഫുള്ളി റെക്കഗ്നൈസ് ചെയ്തില്ല. പക്ഷെ എന്താണ് ലോങ് ടേമിൽ വലിയ പൊട്ടൻഷ്യൽ കമ്പനികളാണ് ഈ ഒരു ഫണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇവരുടെ സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നമുക്ക് നോക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന് 2.36% അലോക്കേഷൻ ഉണ്ട്. കർണാടക ബാങ്കിന് 1.08%, അരവിന്ദ് ലിമിറ്റിന് 1.47%. അപ്പോൾ ഇതൊക്കെ നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ഇൻഡെക്സിന്റെ പാർട്ടാണ്. അതുപോലെ ഇതെല്ലാം മൈക്രോ ക്യാപ്സിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതായത് ഈ ഒരു ഫണ്ട് ഇവരുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന സ്റ്റോക്കുകളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫണ്ട് പോർട്ട്ഫോളിയോ അത്യാവശ്യം വൈഡാണ്. 184 സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ ടോപ്പ് 10 സ്റ്റോക്സിന് 19.48% കോൺസെൻട്രേഷൻ ഉണ്ട്. അതായത് ഫണ്ട് വെൽ ഡൈവേഴ്സിഫൈഡ് ആണ്. കൂടാതെ ഈ ഒരു ഫണ്ട് ഒരുപാട് എമൗണ്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഫണ്ട് മാനേജേഴ്സ് റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പം റൈറ്റ് വാല്യൂഷനിൽ നല്ല ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫണ്ട് മാനേജേഴ്സ് ക്യാഷ് ഹോൾഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നിലവിൽ അവർക്ക് 16.4% ക്യാഷ് ഹോൾഡിംഗ് ഉണ്ട്. അത് അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. ഇനി ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ ഏകദേശം 14% ലാർജ് അതുപോലെ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വോളറ്റൈൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോർട്ട്ഫോളിയോ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇത് അവരെ സഹായിക്കും. സോ ഇതാണ് ഇപ്പം വാല്യൂ റിസർച്ചിന്റെ റേറ്റിംഗ് പ്രകാരമുള്ള ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്സ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടും അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടും മോർണിംഗ് സ്റ്റാറിൽ നിന്നും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സ് പറഞ്ഞാൽ പൊതുവെ വോളറ്റൈൽ ആണ്. പക്ഷേ ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതുപോലെ ഇപ്പം ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് പോലത്തെ ടോപ്പ് റേറ്റഡ് സ്മോൾ ക്യാപ് ഫണ്ട്സ് കാണിക്കുന്നത് സ്മാർട്ട് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, സ്ട്രോങ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ്, അതുപോലെ കൺസിസ്റ്റന്റ് ഫണ്ട് മാനേജ്മെന്റ് വഴി ഈ റിസ്ക് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്.
അപ്പം നിങ്ങളിപ്പം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾ ആദ്യം നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഉറപ്പ് വരുത്തണം. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.64%. അതുപോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ വരുന്നത് 0.39%. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് നമുക്കിവിടെ ഒരു കാര്യം പറയാൻ വേണ്ടിയുള്ളത്, ഇന്നത്തെ വീഡിയോയുടെ ഫുൾ സമ്മറി നമ്മൾ ഈ ടേബിളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയാം, വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിടുക. കാരണം നമ്മൾ മുന്നോട്ടേക്ക് നിങ്ങൾക്കായിട്ട് ഒരുപാട് നല്ല വാല്യുബിൾ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.